ഹലോ, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശ്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കഴിഞ്ഞ മുൻ സർക്കാർ ഭയങ്കര വാതോരാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്കൂൾ കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടൽ പോലെ തോന്നും. പിന്നെ അതിൻ്റെ സ്കൂളിൻ്റെ അരികിലെ കൂടെ പോകുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാകട്ടെ, 10 വർഷം ഭരിച്ചിരുന്നത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട സർക്കാരാണ്. വിദ്യാഭ്യാസം കൈയാളിയത് അവരാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആ മൂല്യം, കുട്ടികളുടെ പഠന മികവ് ഒക്കെ പറഞ്ഞതും നമ്മളെയൊക്കെ കേൾപ്പിച്ചതും ഇടത് സർക്കാരാണ്. ഇടതുപക്ഷത്തിൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിദ്യാഭ്യാസവും, അദ്ദേഹം LLBക്ക് പഠിച്ച ആളെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അദ്ദേഹം LLBക്ക് പഠിച്ച ആളാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയേറെ ഒരു വിദ്യാഭ്യാസം ഉണ്ടോ എന്നൊക്കെ സംശയിച്ചു. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത് LLB കൊടുത്ത ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ സംശയ ദൃഷ്ടിയോടെ നോക്കേണ്ടി വരും. ഞാനിത് പറയാൻ കാരണം, ഈ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ SLCക്ക് ഏറ്റവും കുറഞ്ഞ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്ഥലം വയനാടാണെന്നും, അതുപോലെ തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ ആ കുറവ് എത്രയാണെന്ന് പറഞ്ഞിരുന്നു, 9353. അതാണ് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം എന്താണ് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ഇന്ന് പാലക്കാട് മണ്ണാർക്കാടിൽ ഈ SSLC കുട്ടികൾക്കുള്ള ഒരു അനുമോദന ചടങ്ങിൽ KT ജലീൽ, മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളോട് അഡ്രസ്സ് എഴുതാൻ അറിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെഴുതാൻ അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ കുട്ടികളെയും സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് അവരെ വിമർശിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു കുട്ടിയുടെ ചെവിയിലൊക്കെ പിടിച്ചിട്ട് അഡ്രസ്സ് എഴുതാൻ അറിയില്ലെങ്കിൽ ആരുടെ കുറ്റമാണ്? ഇപ്പം ഈ UDF സർക്കാർ വന്നിട്ട് അത്രയല്ലേ ആയില്ലൂ അല്ലേ. 2 മാസം കണ്ട 2-3 മാസമായിന്നത്രേ. അപ്പം അതിനു മുന്നേ ഇവിടെ ഈ കേരളം ഭരിച്ചത് 10 വർഷം ഭരിച്ചത് ആരാന്ന്? ഈ കുട്ടി 9 ആണെങ്കിൽ ആ കുട്ടി 1-ാം ക്ലാസ് തൊട്ടിട്ട് ഈ ഇടതുപക്ഷത്തിന്റെ ഭരണമായിരിക്കും നമ്മളെ കേരളത്തിലുണ്ടായിരിക്കുക. അപ്പം ആ കുട്ടിക്ക് കറക്റ്റ് അഡ്രസ്സ് എഴുതാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് പേരെഴുതാൻ അറിയില്ലെങ്കിൽ, അതിന് കുറ്റം ആർക്കാണ്? ഈ UDF സർക്കാരിനാണോ? അല്ല, ഇടതുപക്ഷ സർക്കാരിനാണ്. നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഈ ഒരു നിമിഷത്തിൽ കുട്ടികൾക്ക് അക്ഷരം അറിയില്ല, പേരെഴുതാൻ അറിയില്ല, അഡ്രസ്സ് എഴുതാൻ അറിയില്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങൾ തന്നെ ഒരു അപമാനം ഏറ്റുവാങ്ങുന്ന രീതിയിലാണ്. കാരണം നിങ്ങളായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഭരിക്കുമ്പോൾ കുട്ടികൾക്കുള്ള ആ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു അറിവ് ആ കുട്ടികൾക്ക് കിട്ടിയില്ല എന്ന് വേണം കരുതാൻ വേണ്ടി. വളരെ മോശമായിപ്പോയി. അധ്യാപകന്മാർ കുട്ടികൾക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും അത് തിരുത്തണം, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഒരു ചെറിയൊരു തെറ്റിന് പൊതു വേദിയിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ വിളിച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപമാനിച്ചു കഴിഞ്ഞാൽ, ശകാരിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ഇത്രയും ആൾക്കാർ മുമ്പിൽ നാണം കെട്ടുപോകുന്ന ഒരവസ്ഥ, അത് ഈ കുട്ടികൾക്ക് മനോവിഷമം ഉണ്ടാക്കും. ചിലപ്പോൾ ഈ ഒരു മനോവിഷമത്തിൽ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നല്ലേ, എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനിടക്ക് തന്നെ ഒരു കുട്ടി ജാതി വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഭാഗം പഠിക്കേണ്ട പോകുന്നൊരു കുട്ടി മരിച്ചതേ ഉള്ളൂ. അതിൻ്റെ ആ കൊലയാളിക്ക്, അല്ലെങ്കിൽ ആ ആത്മഹത്യക്ക് കാരണമായവന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യാപേക്ഷ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ചും കൂടി പക്വതയോടെ പെരുമാറും. അഡ്രസ്സ് എഴുതാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പേരെഴുതാൻ അറിയില്ലെങ്കിൽ അവർ വിളിച്ചത് കറക്റ്റ് ചെയ്യാം. അല്ലാതെ അവർ ചെവിക്ക് ഒടിച്ചിട്ട് എന്താ പറയുക, മൈക്കിലൂടെ അഡ്രസ്സ് എഴുതാൻ അറിയില്ല, പേരെഴുതാൻ അറിയില്ല എന്ന് ഉറപ്പ് വിളിച്ചു പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ കുട്ടികൾക്കുണ്ടാകുന്ന അപമാനം എന്താണെന്ന് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ KT ജലീൽ മനസ്സിലാക്കണമായിരുന്നു. പിന്നെ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ല, ഇത് കേസെടുത്തിട്ട് ഒരു അപമാനിക്കുക എന്നല്ല, അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ തോന്നിയൊരു കാര്യമായിരിക്കാം. പക്ഷെ ഇതിനി ആവർത്തിക്കാൻ പാടില്ല. കാരണം ഒരു അധ്യാപകരും ഒരു മന്ത്രിമാരും ഈ രീതിയിൽ ചെയ്യേണ്ടി പാടില്ല, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരും ഇങ്ങനെ ചെയ്യേണ്ടി പാടില്ല. കുട്ടികളെ പരസ്യമായിട്ട് ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കേണ്ടി പാടില്ല. അത് വളരെ മോശമായിപ്പോയി. എന്തായാലും അക്ഷരാഭ്യാസം അറിയാത്ത കുഞ്ഞുങ്ങൾ, അക്ഷരം കറക്റ്റായിട്ട് എഴുതാൻ അറിയാത്ത കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ, സ്കൂളിൽ നിന്ന് പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ പോയിരുന്നിട്ടെങ്കിലും പഴയ കാലത്ത് പഠിച്ചിരിക്കുന്ന വീട്ടിലെ
അച്ഛനോടോ അമ്മയോടോ ഏട്ടന്മാരോടോ അല്ലെങ്കിൽ മാമ്മമാരോടോ ആൻറ്റിമാരോടോ ഒക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി എഴുതുക. സ്വന്തം പേരും സ്വന്തം അഡ്രസ്സും എഴുതാണ്ടി പഠിക്കുക. അത് മാത്രമേ പറയാൻ പറ്റൂ. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുടൻ വരുന്നിട്ട് എല്ലാവർക്കും ജയ് ഹിന്ദ്.